ഫോട്ടോഗ്രാഫർ സുധീർ ചോറൂട്ടൂർ ക്ഷേത്രത്തിലേക്ക് നവ്യ നായരുടെ കയ്യിലൂടെ ക്ഷേത്രത്തിലേക്ക് നൽകുന്നു. 36,008 നാളികേരം നിറഞ്ഞുള്ള ലോക പ്രശസ്തമായ ഒരു വേട്ടേക്കരൻ പാട്ടിന്റെ ചിത്രമാണ് സുധീർ ചോറൂട്ടൂർ നൽകുന്നത്. മേഡം, ഒരു കാര്യം ചോദിക്കാനുണ്ട്. ധാർമ്മികൻ വർണ്ണന്റെ എന്ന പാട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ നടക്കിൽ നിന്ന് പാടിയപ്പോൾ ശരിക്കും ക്ഷേത്രത്തിലെ ഗോപുരത്തിലേക്ക് നോക്കിയിട്ടാണ് പാടിയത്. ആ സംഭവം ശരിക്കും ഉള്ളൊരുക്കി പാടിയ ഒരു പാട്ട്. ആ നേരത്തെ ഒരു അമ്മ വന്ന് സ്റ്റേജിൽ തട്ടി വലിക്കലൊക്കെ ഉണ്ടായി. ശരിക്കും പണ്ടൊരു വാക്കുണ്ട്, ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. അത് യാഥാർത്ഥ്യമായി എന്ന് തോന്നിയ ഒരു നിമിഷമായിരുന്നു. കേരളം ശരിക്കും വിഷമിച്ചു പോയത്. പണ്ട് തമാശയ്ക്ക് പറഞ്ഞ ആ വാക്ക്, അതിനെ കുറിച്ചൊന്ന് പറയും. ശരിക്കും കാർമികന്റെ ചൊല്ലുന്ന പാട്ടിനല്ല, പ്രജാവന്തിയിലുള്ള ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പാമൻ പുതിയ രൂപം, ഒരു മാത്രമെങ്കിലും കേൾക്കാതെ വയ്യൻ ഉരുളി കുടുംബം ഗാനാലാപം എന്ന വരികൾക്കാണ് ഞാൻ നൃത്തം വെച്ചത്. അപ്പോൾ ഗുരുവായൂർ എനിക്കൊരു വികാരമാണ്, അതെനിക്ക് പറഞ്ഞു വയ്ക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ അവിടെ ഐറ്റം പെർഫോം ചെയ്ത് തുടങ്ങിയപ്പോൾ മുതൽ തന്നെ കൃഷ്ണ, ഞങ്ങളങ്ങനെ പ്ലാൻ ചെയ്ത് കോറിയോഗ്രാഫി ചെയ്ത ഒരു ഐറ്റം അല്ല. ഗുരുവായൂർ വന്നിട്ട് ഗുരുവായൂരപ്പന് വേണ്ടി ഗുരുവായൂരപ്പനെ ഭഗവാനെ വിളിച്ചുകൊണ്ടുള്ളൊരു ഐറ്റം ചെയ്യണമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ചെയ്തതാണ്. അപ്പോൾ കയറുന്നതിന് തൊട്ട് മുൻപാണ് ഭാഗ്യലക്ഷ്മി ഗുരുവായൂർ ഭാഗ്യലക്ഷ്മിയാണ് പാടിയത് വോക്കലിസ്റ്റ്. അപ്പം ഭാഗ്യലക്ഷ്മിയോട് ഞാൻ പറഞ്ഞു, എനിക്കിപ്പോൾ മനസ്സിൽ തോന്നുന്നത് ഞാനിങ്ങനെ ക്യൂവിൽ നിൽക്കുകയാണ്, അപ്പോൾ ഭഗവാന്റെ നട തുറന്നു വരുമ്പോൾ ഞാൻ ഭഗവാനെ കാണുന്നതായിട്ടുള്ളൊരു മൊമെൻ്റാണ്. അപ്പം നട തുറക്കുന്നത് കാണിക്കുമ്പോൾ ഭാഗ്യലക്ഷ്മി കൃഷ്ണ എന്ന് വിളിച്ചാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഐറ്റം തുടങ്ങുന്നത്. അതിന് അവസാനവും കൃഷ്ണ എന്നുള്ളൊരു വിളിയുണ്ട്. എനിക്കറിയില്ല, ഞാൻ അത് പറയുമ്പോൾ അമ്പലത്തിലാവുമ്പം എല്ലാവരും ദൈവം വിശ്വാസികൾ തന്നെ ആയിരിക്കും എൻ്റെ മുമ്പിലിരിക്കുന്നവരും. അത് വിളിക്കുമ്പോൾ ഞാൻ വേറെ ഏതോ ഒരു ലോകത്തിലേക്ക്, അപ്പോൾ എനിക്ക് ഭഗവാനെ കാണുന്ന പോലെ. ഇതിനു മുന്നേ ഞാൻ 16 കൊല്ലം മുമ്പാണ് ഗുരുവായൂർ ഡാൻസ് ചെയ്തത്. അപ്പോഴും എനിക്ക് അന്ന് പെർഫോം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഭഗവാൻ എൻ്റെ അടുത്ത് വന്ന് എൻ്റെ കൂടെ ഡാൻസ് ചെയ്യുന്ന പോലെ തോന്നി. പക്ഷെ അതിന് ഇങ്ങനൊരു സാക്ഷിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് പക്ഷെ ഞാൻ ഭഗവാനെ കണ്ടു, ഞാൻ അല്ലാതെ കരയായിരുന്നു. പ്രത്യേകിച്ച് എൻ്റെ വിഷമങ്ങളൊന്നും പറഞ്ഞിട്ടല്ല ഞാൻ കരുതുന്നത്. എനിക്ക് ആ ഒരു വൈബ്രേഷൻ, നമുക്ക് ചിലത് സഹിക്കാൻ പറ്റില്ല, സന്തോഷവും എന്തൊക്കെയോ വികാരങ്ങൾ ചേർന്ന് വന്നൊരു വികാരത്തിൽ ഞാൻ ഒരുപാട് കരഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ അമ്മയെ കണ്ടപ്പോൾ എനിക്ക് ഭഗവാൻ ഒന്ന് കിട്ടുന്ന പോലെയാണ് തോന്നിയത്. അപ്പോൾ പിന്നെ ഇന്ന് ഒരു നിമിത്തം പോലെ അതിനുശേഷം ഈ അമ്മയുടെ ഈ വീഡിയോ ഭയങ്കര വൈറലാവുകയും ആൾക്കാരൊക്കെ ഇതിലും വലിയത് എന്താണ് നദിക്ക് കിട്ടാനുള്ളത് ഡാൻസിനെന്ന് ചോദിച്ചു. ഒന്നുമില്ല കേട്ടോ, വേറെ ഒന്നും എനിക്ക് കിട്ടാനില്ല. കാരണം ഞാൻ ഭഗവാനെ വിളിച്ചത് കേട്ടിട്ട് ഭഗവാൻ എൻ്റെ അടുത്തേക്ക് വന്ന പോലെ ഒരു അമ്മയുടെ രൂപത്തിൽ വന്നപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഇതിൽ കൂടുതൽ എന്തായിട്ടൊന്നും എനിക്ക് കിട്ടാൻ ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതിനുശേഷം ആ വീഡിയോ ആ അമ്മയുടെ മറ്റു പലരും പോയി വീഡിയോ ഒക്കെ ചെയ്തു. അപ്പോൾ എന്നെ വീണ്ടും കാണണമെന്ന് ആ അമ്മ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു. ഇന്ന് കക്കാട് പ്രോഗ്രാമിൽ വരുന്നതിന് മുമ്പ് കുറ്റിമുക്കുള്ളൊരു രാധ ചേച്ചിയാണ്, രാധ എന്നാണ് അമ്മയുടെ പേര്. അപ്പോൾ ഇന്ന് കുറ്റിമുക്ക് മഹാദേവ ക്ഷേത്രത്തിൽ പോയി ആ അമ്മയെ കണ്ടിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്തത്. അപ്പോൾ അങ്ങനെ അതൊരു വല്ലാത്ത അനുഭവം തന്നെയായിരുന്നു എനിക്ക്. താങ്ക് യു.